പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹായുടെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അനുഗ്രഹം അവകാശമാക്കാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുഗ്രഹം അവകാശമാക്കാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും ദൈവം ദാനമായി ഒരേ ഒരു ജന്മം, ഒരേ ഒരു ജീവിതമേ തന്നിട്ടുള്ളൂ. ഈ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറണം. അത് ഏത് വീതിയിലൂടെയാണെങ്കിലും അനുഗ്രഹം ഏറ്റുവാങ്ങി കൃപയും സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധ ജീവിതമായി മാറണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും സന്യാസ സമർപ്പണ ജീവിതത്തിൻ്റെ പാതയിലൂടെ മുന്നേറുന്ന ആളുകളാണെങ്കിലും ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്: അനുഗ്രഹം നിൻ്റെ അവകാശമാണ്. അനുഗ്രഹം അവകാശമാക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള തിരുവചനങ്ങളിലും നമുക്കായിട്ട് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്: ഇസ്രായേൽ മക്കളെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ വിളവുകൾ മുന്തിരിത്തോട്ടത്തിലും ഗോതമ്പ് വയലിലും നിനക്ക് ഞാൻ സമൃദ്ധി തരും. നിന്റെ മക്കൾ, നിന്റെ കന്നുകാലിക്കൂട്ടം, ആട്ടിൻപറ്റം, അവിടെയെല്ലാം നിനക്ക് ഐശ്വര്യം, സമൃദ്ധി. തുടർന്ന് കൂട്ടിച്ചേർക്കുകയാണ്: നിന്റെ ഭവനത്തിൽ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹീതമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹീതമാകുമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം, കഷ്ടനഷ്ടങ്ങൾ അതവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും നീ ഐശ്വര്യം അനുഭവിക്കണം. തുടർന്ന് വചനത്തിൽ അത് കൃത്യമായിട്ടും എഴുതി വച്ചിരിക്കുകയാണ്: ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും, നീ അനുഗ്രഹീതനായിരിക്കും. അപ്പോൾ ഒരു ദൈവ പൈതലിനെ കുറിച്ച് പിതാവിൻ്റെ ആഗ്രഹം ഇതാണ്: അവൻ സമൃദ്ധിയിൽ, ഐശ്വര്യത്തിൽ ജീവിക്കണം. അല്ലാതെ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും കണ്ണുനീരും നൊമ്പരവും വേദനയും ദുരന്തവുമായിട്ട് ഞാനും നിങ്ങളും കഴിഞ്ഞുകൂടുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം എങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം. അനുഗ്രഹം നിൻ്റെ അവകാശമാണ്. നിൻ്റെ കുഞ്ഞുങ്ങളെയും നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ പ്രവർത്തന മേഖലകളിൽ, ഓരോ മേഖലയിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് സമൃദ്ധി തരും, നിനക്ക് ഐശ്വര്യം തരും എന്ന് പറഞ്ഞിട്ട് ഈ ഐശ്വര്യവും ഈ സമൃദ്ധിയും ഈ സന്തോഷവും ഒക്കെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? പഴയ നിയമത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുവചനങ്ങൾ. വചനത്തിലൂടെ, പ്രവാചകനിലൂടെ ദൈവം നമ്മളെ ഒരിക്കൽ കൂടെ അനുസ്മരിപ്പിക്കുന്നു. ഈ അനുഗ്രഹം ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് നിൻ്റെ അവകാശമാണെന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തേ ഇതൊന്നും അനുഭവിക്കുന്നില്ല? ഹഗ്ഗായി പ്രവാചകൻ ചോദിക്കുന്നു: രാപകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ, എന്തേ ഒരു സമൃദ്ധിയില്ലാത്തത്? ആ വചനഭാഗം നിങ്ങൾ വായിച്ചു പോകുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്: നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ വിശപ്പ് മാറുന്നില്ല. വെള്ളം കുടിച്ചിട്ട് ദാഹം തീരുന്നില്ല. വസ്ത്രം അണിഞ്ഞിട്ടും കുളിര് മാറുന്നില്ല. പാവങ്ങൾ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്, എന്നിട്ട് ഒരു സമൃദ്ധിയില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കിട്ടുന്ന പ്രതിഫലമെല്ലാം ഓട്ടയുള്ള സഞ്ചിയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് പോലെയാ, ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചോദിക്കുക, ഒന്ന് ചിന്തിച്ച്, ഇതാണോ നിൻ്റെ അവസ്ഥ? അങ്ങനെയെങ്കിൽ നീ ചിന്തിക്കണം, എവിടെയോ നിനക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ഒരു സമൃദ്ധിയുമില്ല, എല്ലാം ഇങ്ങനെ ഓട്ടയുള്ള സഞ്ചിയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് പോലെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. നീ കടന്നു ചെല്ലുന്ന ഓരോ മേഖലയിലും നിനക്ക് ഐശ്വര്യം, സമൃദ്ധി, ഇത് ദൈവം വാഗ്ദാനം ചെയ്തിട്ട് നിനക്ക് നീ നഷ്ടദുഃഖങ്ങളുടെ കഥയെ പറയാനുള്ളെങ്കിൽ ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല, ഒന്ന് നിൽക്കണം. പിതാവായ ദൈവം കാലാകാലങ്ങളിൽ
തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ പ്രവാചകന്മാരിലൂടെ എല്ലാം വാഗ്ദാനം ചെയ്ത് പഠിപ്പിച്ച ഈ ഐശ്വര്യം, ഈ സമൃദ്ധി എന്തേ എനിക്ക് കിട്ടുന്നില്ല? എന്തോ കുഴപ്പം എവിടെയോ ഉണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ഐശ്വര്യം നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കണം. നീ തെറ്റുപറ്റിയത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ മണിക്കൂറിൽ ബഹുമാനപ്പെട്ട വർഗീസ് ബ്രദർ വചനം പങ്കുവെച്ചപ്പോൾ തൻ്റെ ജീവിത അനുഭവം പങ്കുവെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു. കുഞ്ഞുനാളിൽ ഭക്തിയിലും വിശുദ്ധിയിലും കൂദാശ അനുഭവത്തിലൊക്കെ വളർന്നു വന്നപ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രായപൂർത്തിയായപ്പോൾ കൂട്ടുകാർ കൂടി പള്ളിയും കുർബാനയും കുമ്പസാരവും കൂദാശയൊക്കെ അങ്ങ് മാറ്റിവെച്ച് ഈ ലോകം കാണിച്ചു തന്ന വഴിയിലൂടെ അങ്ങ് ഇറങ്ങിയപ്പോൾ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു. രോഗിയായ അമ്മ, കിടന്നുകിടപ്പിൽ കിടക്കുന്ന സഹോദരി, ഇങ്ങനെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ കണ്ണുനീരിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ ഒരു സാഹചര്യം. വീണ്ടും ആ അവസ്ഥ മുമ്പോട്ട് പോയപ്പോൾ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 35-ാം വചനം, അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. ആ വഴിയിലൂടെ സഞ്ചരിച്ചാണ് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയത്. ബ്രദറിൻ്റെ ജീവിതാനുഭവം നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. എന്നാൽ ഈ തകർച്ചയുടെ നടുവിൽ ദൈവവചനത്തിന് കാതോർത്ത് തെറ്റുതിരുത്തി തിരിച്ചു വന്നപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുത്തു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 30-ാം തിരുവചനം, കർത്താവിൽ ആശ്രയിക്കുക, നീ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുക, നീ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകനെ പോലെ നീ ചിറകടിച്ചുയരും. നീ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ സമൃദ്ധിയും ഈ ഐശ്വര്യവും സമാധാനവും ഒക്കെ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ തന്നെ നമ്മൾ യാത്രയാകണം. അതാണ് രാവിലെ നമ്മൾ മനസ്സിലാക്കിയത്. സഭയിലൂടെയുള്ള ജീവിതം, സഭയിൽ നമുക്ക് വളരാനും ഇളം പ്രായത്തിലെ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ആത്മീയ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കുവാനുമായിട്ട് കൂദാശകൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ കൂദാശ അനുഭവത്തിൽ നിന്നുകൊണ്ട്, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് വചനത്തിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത ഈ അനുഗ്രഹങ്ങൾ, ഈ ഐശ്വര്യവും ഈ സമൃദ്ധിയുമൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക. ഞാൻ എൻ്റെ ദൈവം നൽകിയ ആ കൽപ്പനകൾ, ആ വാഗ്ദാനങ്ങൾ, ഉടമ്പടികൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്തി നമുക്ക് അവകാശപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീടിരുന്ന് ഒത്തിരി വേദനിക്കേണ്ടി വരും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങൾ മിക്കവാറും 4 ആഴ്ചയിലും ധ്യാനത്തിൽ തന്നെയാണ്. 3 ആഴ്ച ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനങ്ങൾ, പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരാഴ്ച, അത് മിക്കവാറും ഏതെങ്കിലും ഇടവകകളിൽ ധ്യാനങ്ങളായിരിക്കും. ഈ ധ്യാനങ്ങളിലെല്ലാം ഓരോ ആഴ്ചയിലും 100 കണക്കിന് ആളുകളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ നൊമ്പരങ്ങളും വേദനകളെല്ലാം കേൾക്കുകയും ചെയ്യാറുണ്ട്. ദൈവം ഈ അനുഗ്രഹത്തിൻ്റെ വലിയ വാഗ്ദാനം നൽകിയിട്ടും ഇന്ന് ഈ വേദനയുടെ, ദുഃഖങ്ങളുടെ, കഷ്ടതയുടെയൊക്കെ കഥയാണ് പലർക്കും പറയാനുള്ളത്. കുടുംബത്തിൽ പരസ്പരം കുറ്റം വിധിക്കലും പഴിചാരലും ഓരോ ധ്യാനത്തിലും കാണുന്നു. ആർക്കും ആരെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാവർക്കും സമൃദ്ധി വേണം, ഐശ്വര്യം വേണം, അനുഗ്രഹം വേണം. പക്ഷേ വചനത്തിലൂടെ ദൈവം നൽകിയ ആ നിർദ്ദേശങ്ങളും ഉടമ്പടികളും ഒന്നും ജീവിതത്തിൽ വേണ്ട വിധത്തിൽ പാലിക്കാനായിട്ട് സാധിക്കുന്നില്ല. തനിക്കിഷ്ടമുള്ളതുപോലെയൊക്കെ അങ്ങ് ജീവിച്ചിട്ട് തൻ്റെ പാവജീവിതത്തിന് കുറേ ന്യായീകരണങ്ങൾ, മനുഷ്യനല്ലേ, ബലഹീനനല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. പ്രഭാതത്തിൽ ബ്രദർ വളരെ ശക്തിയോടെ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. വചനത്തിൻ്റെ വള്ളിപുള്ളി പോലും മാറ്റമില്ലാതെ അതനുസരിക്കാൻ തയ്യാറാകണം, അത് സ്വീകരിക്കാൻ തയ്യാറാകണം. ഈ ജീവിതം അനുഗ്രഹപ്രദമാക്കി തീർക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ നയിക്കണം, അതേക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക. ഇന്ന് നമ്മൾ പരസ്പരം
ആരെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ ഒത്തിരി അസ്വസ്ഥതകൾ, തകർന്ന കുടുംബ ബന്ധങ്ങളുമായിട്ട് ധ്യാനത്തിലൊക്കെ വരുന്ന ജീവിതങ്ങളെ എടുത്ത് പഠിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമാണ്, ആരും ആരെയും അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറല്ല. ഭാര്യ ഭർത്താവിനെക്കുറിച്ച്, ഭർത്താവ് ഭാര്യയെക്കുറിച്ച്, മക്കൾ മാതാപിതാക്കന്മാരെക്കുറിച്ച് ഇങ്ങനെ പരാതി പറയും. എന്നും ഈ പരാതി നാട്ടുകാരുടെ അടുത്തും വീട്ടുകാരുടെ അടുത്തും വികാരിയച്ഛൻ്റെ അടുത്തുമൊക്കെ എന്നും ഈ പരാതിയുമായിട്ട് നമ്മളിങ്ങനെ ഓടിയാൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ, അപ്പച്ചനെ, അമ്മച്ചിയെ, മക്കളെ, അവരെ നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു? ഞാൻ പറഞ്ഞു, ഇന്ന് കുടുംബങ്ങളിലെ തകർച്ചയുടെ ഒരു കാരണം ഇതുതന്നെയാണ്. ബലഹീനതകളും കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഓർക്കുക, ഒരിക്കലും ഞങ്ങൾ വയനാട്ടിൽ ഒരിടവകയിൽ ധ്യാനിപ്പിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞ് 5 ദിവസം നീണ്ടുനിന്ന ധ്യാനം വലിയ അഭിഷേകമായി തീർന്നു. ദൈവം ഒത്തിരി കൃപ വർഷിച്ചു, ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തി, ഒരുപാട് ജീവിതങ്ങൾ. ഏതാണ്ട് 18ഓളം വർഷങ്ങളായിട്ട് ഭിന്നിച്ചിരുന്ന ഒരു ദമ്പതിമാർ അവർ ആ ധ്യാനത്തിലൂടെ ഒന്നിച്ച് താമസിക്കാൻ തീരുമാനമെടുത്തു. 1 വർഷം കഴിഞ്ഞു, അവർ ഒന്നിച്ച് താമസിക്കുകയാണ്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. ആ ധ്യാനം കഴിഞ്ഞു, ധ്യാനം തീർന്ന് അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ ഒരുങ്ങുകയാണ്. ആളുകളൊക്കെ വന്ന് സന്തോഷത്തോടെ സംസാരിക്കുകയും നന്ദി പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാവരും ഭവനങ്ങളിലേക്ക് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വളരെ പ്രായമുള്ളൊരു അമ്മച്ചി, ഒരു 10-65 വയസ്സുള്ളൊരു അമ്മച്ചി ഞങ്ങളുടെ അരികിലേക്ക് വന്നു. എന്നിട്ടൊരു സ്തുതിയൊക്കെ ചൊല്ലി. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, അച്ഛാ ധ്യാനമൊക്കെ നന്നായിരുന്നു എന്നുള്ള പദമല്ല, അമ്മച്ചി ഇച്ചിരി ഞങ്ങളുടെ മോസ്റ്റ് മോഡേണായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാമിന് പോവുകയാണ്, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? ഉത്തരം പറയും? അവർക്ക് പറ, നല്ലതായിരുന്നു എന്ന് പണ്ടല്ലേ പറയണേ, ഇപ്പം എങ്ങനെ പറയണേ? അടിപൊളിയായിരുന്നു എന്ന് പറയും. ഈ അമ്മച്ചി ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു, അച്ഛാ ധ്യാനമൊക്കെ അടിപൊളിയായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. പക്ഷെ സന്തോഷമൊക്കെ അപ്പോൾ തന്നെ പോയി. കാരണം ഈ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ അമ്മച്ചി അതിനോട് കൂടെ ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു, ധ്യാനമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ആ പക്ഷേ കേൾക്കും പറയാം, ഇനി വരാൻ പോണത് അത്ര നല്ലതല്ല. എന്നാ അമ്മച്ചി? പക്ഷേ ധ്യാനമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ കേൾക്കേണ്ടവരാരും കേട്ടില്ലച്ചാ, കേൾക്കേണ്ടവർ കേട്ടില്ലെന്നേ. പിന്നീട് സംസാരിച്ച അമ്മച്ചി പറയുകയാണ്, അമ്മച്ചിക്കൊരു അടിപൊളി മരുമോളുണ്ട്, അവള് വീട്ടിൽ ഇരിക്കുക. ഒരു 2 മാസം മുമ്പ് വികാരിച്ചൻ ധ്യാനത്തിന് വേണ്ടി ഒരുക്കി. കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ കാർഡുകളൊക്കെ അടിച്ച് വിതരണം ചെയ്തു. അങ്ങനെ ആ ജനത്തെ വികാരിച്ച് നന്നായിട്ട് ഒരുക്കി. അന്നു മുതൽ ഈ അമ്മച്ചി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്, ഈ ധ്യാനത്തിലൂടെ ആര് നന്നാകണം? അവൾ നന്നാകണം. ഈ ധ്യാനം കൂടിയിട്ട് മരുമകളൊന്ന് മാനസാന്തരപ്പെടണം. അതായിരുന്നു ഈ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ആ ധ്യാനം തുടങ്ങണമെന്ന്. ഈ മരുമകളൊരു ടീച്ചറാണ്. അവൾ രാവിലെ സ്കൂളിലേക്ക് പോയപ്പോൾ അമ്മച്ചി ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു, ഓർക്കുന്നുണ്ടോ ഇന്നാണ് ധ്യാനം? അവൾ പറഞ്ഞു, വന്നേക്കാം, ഞാൻ ഓർക്കുന്നുണ്ട്. 4 മണിയായി, പള്ളിയിൽ പാട്ടൊക്കെ പാടാൻ തുടങ്ങി, ശുശ്രൂഷ ആരംഭിക്കാറായി, മരുമകളെ കാണുന്നില്ല. അവസാനം കുർബാന തുടങ്ങുന്നവരെ കാത്തിരുന്നിട്ട് അമ്മ തിരിച്ച് പള്ളിയിലേക്ക് പോന്നു. പള്ളിയിൽ ധ്യാനപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ അമ്മച്ചി ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കും, മോളെ കാണുന്നില്ല. അന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് വലിയ സങ്കടമായി, ഇവള് വന്നില്ല. ഈ പറഞ്ഞതല്ല അവൾ കേൾക്കേണ്ടതല്ലായിരുന്നോ? അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സ് നിറയെ ദേഷ്യമാണ്. എങ്കിലും ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ലെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ സോപ്പിടാൻ തീരുമാനിച്ചു. ചെന്നപ്പോഴേ പറഞ്ഞു, എന്നാ നല്ല ധ്യാനം എന്നറിയാവോ, ഭയങ്കര ധ്യാനം. അവൾ പറഞ്ഞാൽ നാളെ തൊട്ട് വന്നേക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാളെയും മറ്റന്നാളും ഒരു ദിവസം പോലും ആ മോള് ധ്യാനത്തിന് വന്നില്ല. അങ്ങനെ ധ്യാനം കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ആകെ വിഷമം. ധ്യാനമൊക്കെ കാര്യം അടിപൊളിയായിരുന്നു, പക്ഷെ കേൾക്കേണ്ടവർ കേട്ടില്ല. അവിടെ ഓരോ ശുശ്രൂഷ നടക്കുമ്പോഴും ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും അമ്മച്ചി ചിന്തിക്കുന്നത്, ഇത് അവൾ കേൾക്കേണ്ടതായിരുന്നു. ഇതൊരമ്മച്ചിയുടെ മാത്രം കഥയാണോ? ആണോ? നമ്മൾ പലപ്പോഴും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ നമ്മളെല്ലാം എങ്ങനെയാ, ഇത് ശരിക്കും എൻ്റെ മോനൊന്ന് കേട്ടായിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ് ഒന്ന് കേട്ടായിരുന്നെങ്കിൽ, എൻ്റെ മകളൊന്ന് കേട്ടായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ചോ അപ്പനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചൊക്കെ ഇതുപോലെ ദുഃഖങ്ങൾ, വേദനയുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ ഈ ദുഃഖം, നിങ്ങളുടെ ഈ പരാതി ഈ അൾത്താരയിൽ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ഈശോയുടെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്.
പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി പിതൃസന്നിധിയിലേക്ക് തിരിച്ചു പോകുവാനുള്ള സമയം സമാഗതമായി എന്നറിഞ്ഞ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തിയിട്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇതാ തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. ഇനി ലോകത്തിൻ്റെ നാലതിർത്തികളിലേക്ക്, സമരിയായിലേക്കും യൂദയായിലേക്കും ജെറൂസലേമിലേക്കുമെല്ലാം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകേണ്ടത് ഇവരാണ്, ഈ ശിഷ്യന്മാർ. ഇവരെ നീ അനുഗ്രഹിക്കണം. അങ്ങനെ ശിഷ്യന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നത് 17-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിലൂടെയാണ്. ഇവരെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ഞാനും നീയും തമ്മിലുണ്ടായിരുന്ന അതേ ബന്ധം ഇവരുമായിട്ട് തുടരണം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം: പിതാവേ, സത്യത്താൽ ഇവരും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് ശിഷ്യന്മാരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പിതാവേ, ഇവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്, ശ്രദ്ധിക്കണം. ഈശോയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പാപം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവൻ മനുഷ്യർക്ക് സദൃശനായി. പാപം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവൻ മനുഷ്യർക്ക് സദൃശനായി എന്ന് പറഞ്ഞാൽ നമ്മളും ഈശോയും തമ്മിൽ ഒരു കാര്യത്തിൽ മാത്രമേ സമാനത ഇല്ലാതെയുള്ളൂ. ഏത് കാര്യത്തിലാ? പാപത്തിൻ്റെ കാര്യത്തിൽ. ഹല്ലേലൂയ. കുറേ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ യേശുവിൽ പാപമില്ല. പാപത്തിൻ്റെ ഒരു അംശം പോലും ഏശിയിട്ടില്ലാത്ത യേശുനാഥൻ കുറവുകളുള്ള തൻ്റെ ശിഷ്യന്മാരെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്: പിതാവേ, ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ചിന്തിച്ചു നോക്കണം, എന്തിനാ ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പാപത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത യേശുനാഥനിൽ ഇനി എവിടെയാ വിശുദ്ധീകരിക്കപ്പെടാനുള്ളത്? ഈ ശിഷ്യന്മാർക്ക് വേണ്ടി അത്രത്തോളം ചെറുതാവുകയാണ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇതേ ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഞാനും നിങ്ങളുമെല്ലാം ഈ പ്രാർത്ഥന സ്വന്തമാക്കണം. ഒരുപാട് കാലമായില്ലേ നമ്മൾ പരാതി പറയുന്നു. അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച് നമ്മൾ ഒത്തിരി പരാതി പറഞ്ഞില്ലേ? ഒരുപാട് പേരോട് പറഞ്ഞില്ലേ? എന്നെങ്കിലും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഈ കുറവുകളുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ ഒന്ന് സമർപ്പിച്ചിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പിതാവേ, ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ കുറവുകളും ബലഹീനതകളെല്ലാം എണ്ണി എണ്ണി ഏറ്റുപറയും. എന്നാൽ നമ്മുടെ ഈ പരാതി നിർത്തണം. എന്നിട്ട് ഈ വചനഭാഗം നമ്മുടെ സ്വന്തമാക്കി മാറ്റണം. ഇത് ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം: ശിഷ്യന്മാരെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് പിതാവേ, ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ അവരുടെ കുറവുകളോടുകൂടെ, അവരുടെ ബലഹീനതയോടുകൂടെ പിതാവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ: ഞാൻ ഇവർക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ ഈ മോന് വേണ്ടി, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ബലഹീനതകളും കുറവുകളും എല്ലാം പരാതിയായിട്ട് ഏറ്റുപറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുമായ മേഖലകളെ കണ്ടെത്താറുണ്ടോ? അത് കണ്ടെത്തണം. ഉദാഹരണത്തിന്, മദ്യപാനിയായ ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ മക്കളും മദ്യപാനത്തിലേക്കൊക്കെ വന്ന് പെട്ടാൽ അദ്ദേഹത്തിന് വിഷമം തോന്നും. മക്കൾ മദ്യപിച്ച് ജീവിതം നശിപ്പിക്കുന്നത് ഒരു മാതാപിതാക്കന്മാർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഒത്തിരി സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവന്ന മക്കളാണ്. പക്ഷെ അവരിന്ന് ദുശീലങ്ങളിലേക്ക് പോയി. അപ്പന് സങ്കടം ഉണ്ടാകും. അപ്പൻ ദൈവകരങ്ങളിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ മക്കളുടെ മദ്യപാനവും മറ്റ് ദുശീലവും മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പൻ ആദ്യം മനസ്സിലാക്കണം, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. സമാനമായ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിട്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് അർത്ഥമുണ്ട്? ആ പ്രാർത്ഥനയിൽ എന്ത് ആത്മാർത്ഥതയുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇനി മക്കളെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ ആരെക്കുറിച്ചോ നിങ്ങൾ വിഷമിക്കേണ്ട, പരാതി പറയേണ്ട. അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്ക്. ഈശോ
ശിഷ്യന്മാരെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റണം. ഞാൻ പറയും, ഇന്ന് ഈ കൺവെൻഷൻ പന്തലിൽ വെച്ച് നിങ്ങൾക്കും ഈ പ്രാർത്ഥന സ്വന്തമാക്കാൻ സാധിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ഈ 19-ാം തിരുവചനം നിങ്ങളുടെ പ്രാർത്ഥനയായി തീർന്നാൽ, ഇവിടെ വെച്ച് പണ്ട് സക്കേവൂസിനോട് ഈശോ പറഞ്ഞ അതേ വചനം നിങ്ങളോടും പറയും. സക്കേവൂസിനോട് പറഞ്ഞ വചനം ഓർക്കുന്നുണ്ടോ? സക്കേവൂസിൻ്റെ കാര്യം നമുക്കറിയാം. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കേവൂസിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. ചുങ്കം പിരിച്ച് സക്കേവൂസ് ഒരു പരുവത്തിലായി. എന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യുന്ന ആളാണ്. അവൻ അത്ര നേരായ വഴിക്കിടൊന്നും അല്ല സമ്പാദിച്ചത്. തുടർന്നുള്ള ഭാഗത്ത് നമ്മളത് കാണുന്നുണ്ട്. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് സക്കേവൂസിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് സക്കേവൂസിനെ വിളിച്ചു, സക്കേവൂസേ. സക്കേവൂസിനോട് പറഞ്ഞു, ഇന്ന് നീ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്? അല്ല, നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചു. സക്കേവൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്തിയപ്പോൾ, മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തിയപ്പോൾ ആ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈശോ പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ, ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും എന്ന് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ, ഇന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ, ഈശോ സക്കേവൂസിനോട് പറഞ്ഞ അതേ വചനം നമ്മോടും പറയും. മോനെ, മോളെ, നിന്റെ കുടുംബം രക്ഷ പ്രാപിച്ചു. നിന്റെ കുടുംബം രക്ഷ പ്രാപിച്ചു. അപ്പോൾ കുടുംബം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, മക്കളിൽ മാറ്റമുണ്ടാകണമെങ്കിൽ, ജീവിത പങ്കാളിയിൽ മാറ്റമുണ്ടാകണമെങ്കിൽ, ഇനി നമ്മൾ അവരെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പരാതി പറയുകയോ അല്ല വേണ്ടത്. തമ്പുരാൻ്റെ സന്നിധിയിൽ എളിമയോടെ നിന്നിട്ട് സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ വിശുദ്ധീകരണവും നവീകരണവും വരുത്താനായിട്ട് നമ്മൾ തീരുമാനിക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ്. മകനെ, മകളെ, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്ക്, നാളെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്ക്, നാളെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് ഇന്ന് ഈ കൺവെൻഷൻ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഈ കാര്യത്തിന് വേണ്ടിയാണ്. എൻ്റെ കുടുംബം മുഴുവൻ ദൈവ ചൈതന്യവും അനുഗ്രഹവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമായി മാറണമെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ഇതേ സന്ദേശം തന്നെ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം. 1 കൊരിന്തോസ് 7:14 വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവിശ്വസ്തനായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടും. വചനം ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ ഭർത്താക്കന്മാരെ എല്ലാം സ്നേഹത്തോടെ ഉപദേശിക്കുക. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർക്ക് എന്തെല്ലാം കുറവുകളുണ്ടായിക്കൊള്ളട്ടെ. അവർ ജനിച്ച് വളർന്നു വന്ന ആ സാഹചര്യവും കുടുംബ പശ്ചാത്തലവും എല്ലാം അവരിൽ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില മേഖലകളൊക്കെ അവരിലുണ്ടാകും. നീ പരാതിപ്പെടണ്ട, നീ സങ്കടപ്പെടണ്ട, നീ വേദനിക്കേണ്ട. നിന്റെ ജീവിത പങ്കാളി, നിന്റെ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടും, അവൾ നവീകരിക്കപ്പെടും. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. പൗലോസ്ലീഹ പറയാണ്, അവിശ്വസ്തയായ ഭാര്യ അല്ലെങ്കിൽ അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച്, ഭാര്യയുടെ വിശുദ്ധീകരണം ആര് മുഖേനയാണ്? ഭർത്താക്കന്മാരെ, പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടായിക്കൊള്ളട്ടെ, ഒട്ടും പേടിക്കേണ്ട. അവരിൽ വലിയ മാറ്റവും നവീകരണം ഉണ്ടാകും. ആരിലൂടെ ഉണ്ടാകും?
ഭർത്താക്കന്മാരിലൂടെ ഉണ്ടാകും. പൗലോസ് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എത്ര കാലമായി കണ്ണീരൊഴുക്കുന്നു. ആരുടെ എല്ലാം അടുത്ത് അവരെക്കുറിച്ച് പരാതി പറഞ്ഞു. വികാരിയച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. നിർത്താവോ നിൻ്റെ ഈ പരാതി? ഈ പരാതിയൊക്കെ നിർത്ത്. നിന്റെ ഭർത്താവിൽ വലിയ മാറ്റമുണ്ടാകും, മാനസാന്തരമുണ്ടാകും. ആരിലൂടെ ഉണ്ടാകും? ഒരിക്കൽ ഒരു ധ്യാനത്തിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങ് പിന്നിൽ നിന്നും ഒരു ചേട്ടൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞു, അച്ചോ, അതെ, പൗലോസ്ലീഹ മിക്കവാറും പെണ്ണ് കെട്ടി കാണിയല്ല, പൗലോസ്ലീഹ മിക്കവാറും കല്യാണം കഴിച്ച് കാണിയല്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയണേ? ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ, പൗലോസ്ലീഹ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്ത കാരണം കുടുംബജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്ത പൗലോസ്ലീഹ മണ്ടത്തരം പറഞ്ഞതല്ല. പൗലോസ്ലീഹ കുറിച്ച് വെച്ചതെല്ലാം പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യം അനുസരിച്ചാണ്. നമ്മളൊരു പാട്ട് പാടാറില്ലേ, ആകാശം മാറും, ബാക്കി ഭാഗം നിങ്ങൾക്കറിയാം. ആദ്യം മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൽ മാറ്റമില്ല. വചനം പരിശുദ്ധാത്മ നിവേശിതമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യം അനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വിശ്വസിച്ചു കൊള്ളുക. ചിലരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ ജീവിത പങ്കാളിയുടെ മാറ്റം എന്നിലൂടെ സംഭവിക്കുമോ? നിങ്ങൾ സംശയിച്ചാലും എനിക്ക് കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ചേട്ടൻ ചിരിക്കുക, അച്ഛന് സംശയം കാണിയല്ല. ഞാൻ സംശയമില്ലെന്ന് പറയാൻ കാരണം അനേകരുടെ ജീവിതാനുഭവങ്ങൾ കണ്ടും കേട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുള്ള ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കുക. അപ്പോൾ ധ്യാനത്തിൻ്റെ 4ാമത്തെ ദിവസം കുമ്പസാരവും കൗൺസിലിങ്ങും എല്ലാം കഴിഞ്ഞ് അച്ഛന്മാരെ കണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ്. ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കാനായിട്ട് വന്ന ചേട്ടൻ ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് സിനിമ സ്റ്റൈലിൽ ഒരു ഡയലോഗ്. ചേട്ടൻ എന്നെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അച്ചോ, ഓർമ്മയുണ്ടോ ഈ മുഖം? എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു. ഞാൻ അത്ര നന്നായിട്ട് ഓർക്കുന്നില്ല, ഒരു ചെറിയ പരിചയം തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കണ്ട പരിചയമൊക്കെ ഉണ്ട്, എവിടുന്നാന്ന് ഞാൻ ഒന്ന് ഓർക്കുന്നില്ല, പറയാമോ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇവിടുന്ന് തന്നെ അച്ഛൻ എന്നെ കണ്ടത്. 2 മാസം മുമ്പ് ഞാനിവിടെ വന്നൊരു ധ്യാനം കൂടിയതാ. അപ്പം ഞാൻ ചോദിച്ചു, 2 മാസം കൊണ്ട് എല്ലാ വെടിക്കിട്ടും തീർന്നോ? ചേട്ടൻ പറഞ്ഞു, തീർന്നിട്ടല്ല അച്ഛാ, അല്പം കൂടെ ശക്തി കിട്ടണം, എനിക്കൊരു ധ്യാനം കൂടെ കൂടണം തോന്നി, അതുകൊണ്ട് വന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഇവിടെ അടുത്ത് പാലായിൽ നിന്ന് ധ്യാനത്തിന് വന്നൊരു ചേട്ടനായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അച്ഛാ, 2 മാസം മുമ്പ് ഞാൻ ധ്യാനത്തിന് വരുന്നതിന് മുമ്പ് വരെയുള്ള ആ സമയം എൻ്റെ ജീവിതം, ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു നരകതുല്യമായ ജീവിതമായിരുന്നു. ഇദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയാണ്. ഒന്നിച്ച് പ്രാർത്ഥനയില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറില്ല. അദ്ദേഹം പറയുക, എൻ്റെ മക്കൾക്കെല്ലാം എന്നെ കാണുമ്പോൾ പേടിയാണ്. അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഓർക്കുകയാണ്, ഞാൻ വൈകുന്നേരം അങ്ങാടി പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ, വരിക എന്നുള്ള പദമല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് തിരിച്ചുള്ള എൻ്റെ എഴുന്നള്ളത്ത്. ഈ എഴുന്നള്ളത്ത് നമ്മൾ സാധാരണ ആരെക്കുറിച്ചാണ് പറയണത്? എന്തോ രാജാക്കന്മാരെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം അങ്ങാടി പോയിട്ട് തിരിച്ചു വരുന്നത് രാജകീയമായിട്ടാണ്. നമ്മൾ ചിലരൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ? അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡ് ചേർന്നൊക്കെ പോകും, തിരിച്ചു വരുമ്പോൾ ആ ഹൈവേ മുഴുവൻ നടന്ന് തീർക്കും. അങ്ങോട്ട് പോകുമ്പോൾ മുണ്ട് ഉടുത്തോണ്ട് പോകും. ഇങ്ങോട്ട് വരുമ്പോഴോ നിങ്ങൾക്ക് നല്ല പരിചയമാണല്ലോ. ഹല്ലേലൂയ. അവൾ അങ്ങനെ രാജകീയമായിട്ട് ഉടുത്ത മുണ്ടൊക്കെ പറഞ്ഞ് തലയിലൊക്കെ കെട്ടി പാട്ടൊക്കെ പാടി രാജകീയമായിട്ട് വരും. ആ ചേട്ടൻ പറയുകയാണ്, ഞാനിങ്ങനെ രാജകീയമായിട്ടുള്ള ഈ എൻ്റെ വരവ്, ഈ എഴുന്നള്ളത്ത്, ഈ ബഹളം കേൾക്കുമ്പോഴേക്കും എൻ്റെ മക്കൾ പോയി കിടന്നുറങ്ങും, പേടിച്ചിട്ട് പോയി കിടന്നുറങ്ങും. എത്ര വലിയ തിരക്കാണെങ്കിലും പരീക്ഷയുടെ സമയമാണെങ്കിലും അപ്പൻ്റെ എഴുന്നള്ളത്ത്, അതോടുകൂടെ മക്കൾ പഠനമൊക്കെ നിർത്തിയിട്ട് പോയി കിടന്നുറങ്ങും. കാരണം ഭയമാണ്. അങ്ങാടിക്ക് പോകുമ്പോൾ വളരെ പാവത്താനായിട്ട് പോയെങ്കിലും തിരിച്ചു വരുന്നത് ഭീകരനായിട്ടാണ്. അതുകൊണ്ട് ഈ മക്കൾ പഠനമൊക്കെ നിർത്തി പോയി കിടന്നുറങ്ങും. എത്ര ചൂടാണെങ്കിലും പുതപ്പൊക്കെ ഇട്ട് മൂടി പുതച്ച് കിടന്നുറങ്ങും പോലും. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, പിറ്റേ ദിവസം ആകുമ്പോൾ ഇതിൻ്റെ കെട്ടൊക്കെ വിട്ട് കഴിയുമ്പോൾ ഈ മക്കളെ ഒന്ന് സ്നേഹിക്കുന്നോർത്ത് ഞാൻ അടുത്തേക്ക് ചെല്ലും. മക്കൾക്ക് പക്ഷേ അന്നേരവും അപ്പനെ പേടിയാണ്. അപ്പൻ്റെ കാലച്ച് കേൾക്കുമ്പോഴേക്കും മക്കൾ ഇറങ്ങി ഓടും. അടുക്കളയിൽ അമ്മയുടെ കൂടെ വല്ല ജോലി ചെയ്യുകയാണെങ്കിൽ ഈ അപ്പൻ അങ്ങോട്ട് വന്നാൽ മക്കൾ പുറത്തേക്ക് പോകും. അപ്പം പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ മുമ്പുവശത്തേക്ക് വരും, അപ്പൻ അവിടെ വരുമ്പോൾ ഇവർ പുറകുവശത്തേക്ക് വരും. ഈ ചുറ്റിക്കളിയാണ് വീട്ടിൽ. ഒരു സന്തോഷവും ഇല്ല, ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഈ അവസ്ഥയിലാണ് ആരൊക്കെയോ നിർബന്ധിച്ച് അദ്ദേഹം ധ്യാനത്തിന് വരുന്നത്. ആദ്യ ദിവസമൊന്നും അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങി ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ തിരിച്ചു വന്നു. 2 മാസം പിന്നിട്ടു. അദ്ദേഹം പറഞ്ഞാൽ കഴിഞ്ഞ 2 മാസം എൻ്റെ കുടുംബം
ഈ ഭൂമിയിലെ ഒരു കൊച്ചു സ്വർഗമായി തീർന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം കണ്ണുനീരോടെ പറഞ്ഞു, അച്ഛനറിയാമോ, എൻ്റെ ഇളയ മകനിപ്പോൾ എൻ്റെ മടിയിൽ വന്നിരിക്കും. ഒരപ്പൻ്റെ ആത്മനിർവൃതിയാണ് ആ കണ്ണുനീരിലൂടെ എനിക്ക് ദർശിക്കാൻ സാധിച്ചത്. ഇത്രയും കാലം അപ്പൻ്റെ കാലച്ച കേൾക്കുമ്പോൾ ഓടി ഒളിച്ചിരുന്ന മക്കള് ഇതേ ഇപ്പോൾ അപ്പൻ്റെ മടിയിൽ വന്നിരിക്കാൻ മാത്രം സ്വാതന്ത്ര്യം ആ കുടുംബത്തിലുണ്ടായി. ഈ അപ്പൻ്റെ മദ്യപാന സ്വഭാവം മാറിയപ്പോഴേക്കും ആ കുടുംബം ഒരു സ്വർഗമായി. ഒന്നിച്ചുള്ള പ്രാർത്ഥന ആരംഭിച്ചു. അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സന്തോഷവും സമാധാനമെല്ലാം ആ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 2 മാസം പിന്നിട്ടു. ഒരു ദിവസം അങ്ങാടിക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കൾ വീണ്ടും പിടികൂടി. അവരെ നിർബന്ധിച്ച് അദ്ദേഹത്തെ വീണ്ടും മദ്യപിച്ചു. അതൊരു വലിയ ഒരു എനിക്ക് തോന്നുന്ന പിശാചിൻ്റെ ഉപദ്രവമാണ്. ഈ മനുഷ്യൻ രാജകീയമായി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജകീയമായിട്ട് ജീവിക്കുമ്പോൾ ഇവർക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ ധ്യാനമോ കൂടി മദ്യപാനമൊക്കെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇവർ അടങ്ങിയിരിക്കില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അദ്ദേഹത്തെ വീണ്ടും കുടിപ്പിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ നിർബന്ധിച്ച് വീണ്ടും കുടിപ്പിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം. ദൈവമേ, കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എന്തൊരു ആനന്ദമായിരുന്നു, എൻ്റെ മക്കൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു, എൻ്റെ ജീവിത പങ്കാളിയുടെ മുഖം എത്രയോ പ്രസന്നമായി. ഇന്നെല്ലാം തീരുകയാണല്ലോ. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു സ്ഫോടനം നടക്കും. കാരണം ഞാൻ വീണ്ടും കുടിച്ചു. അതെൻ്റെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, എൻ്റെ മക്കൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കുറ്റബോധത്തോടെ അദ്ദേഹം വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് ഭാര്യ വന്ന് കതക് തുറന്നു. കതക് തുറന്നപ്പോഴേക്കും ഭാര്യയ്ക്ക് മനസ്സിലായി ഭർത്താവ് വീണ്ടും കുടിച്ചു. 2 പേരും ഒന്നും മിണ്ടുന്നില്ല. ഭർത്താവ് പ്രതീക്ഷിച്ചിരിക്കുന്ന എന്തെങ്കിലും ഇപ്പോൾ സംഭവിക്കുന്നതാണ്. പക്ഷേ ആ പാവം ഭാര്യ ഒന്നും പറഞ്ഞില്ല. ആ സ്ത്രീ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അത്താഴം വിളമ്പി കൊടുത്തു. അദ്ദേഹത്തിന് അന്ന് അത്താഴം കഴിക്കാൻ പറ്റുന്നില്ല. കുറ്റബോധം. അദ്ദേഹം പെട്ടെന്ന് വന്ന് കിടന്നുറങ്ങി. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, അച്ഛാ, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എപ്പോഴോ ഉറക്കം തെളിഞ്ഞു. കൃത്യസമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. 3 മണി 4 മണിയായി കാണും. ഞാൻ നോക്കുമ്പോൾ ഭാര്യയെ കാണുന്നില്ല. ഒന്നും കൂടെ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ കണ്ടത് കട്ടിലിനരികിൽ ഭാര്യ മുട്ടുകുത്തി നിൽക്കുക. അവളുടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. വലതു കൈയിൽ ഒരു ജപമാലയുണ്ട്. രാത്രിയുടെ യാമങ്ങൾ 3 മണി 4 മണിയായപ്പോൾ ഉറങ്ങാതെ കട്ടിലിനരികിൽ മുട്ടുകുത്തി നിന്ന് 2 കരങ്ങൾ ഉയർത്തി ജപമാല ചൊല്ലി കണ്ണുനീരോടെ ഭാര്യ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ആ കട്ടിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, ത്യാഗത്തോടെ വേദനയോടെ കരഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലി മുട്ടുകുത്തി നിന്ന് ഈ ഭാര്യ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഭാര്യ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് എൻ്റെ കൈ ചേർത്ത് വെച്ചു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ആ രാത്രി ഉറങ്ങാതെ ത്യാഗത്തോടെ മുട്ടുകുത്തി ജപമാല ചൊല്ലി തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ആ ഭാര്യ പ്രാർത്ഥിച്ചു. 2 മാസം മദ്യപിക്കാതെ സന്തോഷത്തിൽ സമാധാനത്തിൽ വിശുദ്ധിയിൽ ജീവിച്ച ജീവിത പങ്കാളി ഇതാ ഒരു ദുർബല നിമിഷത്തിൽ വീണ്ടും വീണുപോയി എന്നറിഞ്ഞപ്പോൾ ശക്തിക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ ആ ഭാര്യ പ്രാർത്ഥിക്കുകയാണ്. ആ ഭാര്യയുടെ പ്രാർത്ഥന ആ ഭർത്താവിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെയാണ് ഭാര്യയോട് പറഞ്ഞത്, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല. ഭാര്യ ആശ്വസിപ്പിച്ചു, സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേ അദ്ദേഹം വീണ്ടും ധ്യാനകേന്ദ്രത്തിലേക്ക് വിളിച്ചു, അച്ഛാ, എനിക്കൊരു ധ്യാനം കൂടെ കൂടണം. അങ്ങനെയാണ് വീണ്ടും ശക്തി പ്രാപിക്കാനായിട്ട് അദ്ദേഹം അവിടെ എത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, അച്ഛാ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അന്ന് ഞാൻ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ദേഷ്യപ്പെട്ടായിരുന്നെങ്കിൽ, അവൾ കോപിച്ചായിരുന്നെങ്കിൽ, അവൾ പൊട്ടിത്തെറിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ പിറ്റേ ദിവസവും പോയി ഞാൻ കുടിച്ചേനെ. എന്നാൽ എനിക്കൊരു വീഴ്ച വന്നപ്പോൾ എൻ്റെ ഭാര്യ അത് മനസ്സിലാക്കി. അവൾ എന്നെ കുറ്റപ്പെടുത്തിയില്ല. 2 മാസം പിടിച്ചു നിന്ന എൻ്റെ ഭർത്താവ് ഇതാ ഒരു ദുർബല നിമിഷത്തിൽ വീണുപോയി. ദൈവമേ കൃപ കൊടുക്കണം, ദൈവമേ ശക്തി കൊടുക്കണം. രാത്രിയിൽ ത്യാഗത്തോടെ ആ സ്ത്രീ പ്രാർത്ഥിക്കുകയാണ്. ആ സ്ത്രീയുടെ പ്രാർത്ഥന ആ ഭർത്താവിനെ രക്ഷിച്ചു. ഇതാ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, അവിശ്വസ്തനായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിത പങ്കാളിക്കോ മക്കൾക്കോ മാതാപിതാക്കന്മാർക്കോ ഒരു കൊച്ചു കുറവ് വന്നാൽ, ഒരു വീഴ്ച പറ്റിയാൽ ഉടനെ നമ്മൾ പൊട്ടിത്തെറിക്കുകയല്ല വേണ്ടത്. ശക്തി കിട്ടണം, കൃപ കിട്ടണം. അതിനുവേണ്ടി സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുക. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ഒരു കൊച്ചു കുറവ് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ അപ്പച്ചൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു അപ്പച്ചൻ്റെ കഥയും കൂടെ ഓർത്തു. ആ അപ്പച്ചൻ ധ്യാനം കൂടി മദ്യപാനം നിർത്തിയിട്ട് 3 മാസമായി. അദ്ദേഹം വൈകുന്നേരം അങ്ങാടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യയോട് പറയും, ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല, നാളെ ഞാൻ കുടിക്കും, നിന്നെ ഞാൻ കാണിച്ചു തരാം.
ഞാൻ ഓർത്തി ചേട്ടൻ പറഞ്ഞത് മാറിപ്പോയതായിരിക്കും. ചേട്ടൻ ഒന്നും കൂടെ പറഞ്ഞേ. അപ്പോൾ ചേട്ടൻ അങ്ങനെ തന്നെ പറഞ്ഞു, ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല, നാളെ ഞാൻ കുടിക്കും, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു, ചേട്ടാ സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടത് നേരെ തിരിച്ചാണല്ലോ, ഇനി ഇന്നും കൂടെ ക്ഷമിക്കണം, ഒരബദ്ധം പറ്റി, നാളെ ഞാൻ കുടിക്കുകയില്ല. പിറ്റേ ദിവസം വന്നിട്ട് പറയും, ഇന്നും ഒരബദ്ധം പറ്റി, ഇതെൻ്റെ ഒടുക്കത്തെ കുടിയാ, നാളെ ഞാൻ കുടിക്കുകയില്ല. ഈ ചേട്ടൻ മാത്രം തിരിച്ചു പറയാ, ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ല, നാളെ കുടിക്കും. അതിനെ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അച്ഛാ 3 മാസമായിട്ട് ഞാൻ ഒരു തുള്ളി പോലും മദ്യപിക്കുന്നില്ല, പക്ഷേ ഇതുവരെ എൻ്റെ ഭാര്യ എന്നെ അങ്ങ് അംഗീകരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവളെ ചേട്ടൻ പറഞ്ഞാൽ, ഞാൻ വൈകുന്നേരം അങ്ങാടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ വന്ന് കതക് തുറക്കും. കതക് തുറക്കുമ്പം ആദ്യം പുറത്തേക്ക് വരുന്നത് അവളുടെ മൂക്കാണച്ചാന്ന്. ഭാര്യ വന്ന് കതക് തുറക്കുമ്പോൾ ഭാര്യ അകത്ത്, മൂക്ക് പുറത്ത്. ഈ മൂക്ക് നീട്ടി വരുന്നത് കാണുമ്പം എന്തിനാ നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ മൂക്ക് നീട്ടിയുള്ള വരവ് കാണുമ്പോൾ അദ്ദേഹത്തിന് സങ്കടം വരും. ദൈവമേ, 3 മാസമായല്ലോ ഞാൻ ഒരു തുള്ളി പോലും മദ്യപിക്കാതെ നല്ല മാതൃകയെ കൊടുത്ത് ജീവിക്കുന്നു, എന്നിട്ടും എൻ്റെ ജീവിത പങ്കാളി എന്നെ ഒന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനോഹരമായ നമ്മുടെ ഈ മൂക്ക്, അതിൻ്റെ സൗന്ദര്യം കളയരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ മാതാപിതാക്കന്മാർക്കോ ആർക്കെങ്കിലും ഒരു കൊച്ചു കുറവ്, ഒരു വീഴ്ച സംഭവിച്ചാൽ ഉടനെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. എന്തുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക്, എന്തുകൊണ്ട് എൻ്റെ മകന് വീണ്ടും വീഴ്ച പറ്റി? ഞങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥന കുറഞ്ഞു പോയോ? എൻ്റെ ജീവിതത്തിലെ തീക്ഷ്ണതയെ കുറഞ്ഞു പോയോ? നീ ജീവിതത്തിലേക്ക് നോക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് നിത്യജീവൻ്റെ നീർച്ചാലുകൾ ഒഴുകും. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അരുവികൾ ഒഴുകും. അതാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവകൃപയിലാണെങ്കിൽ, വിശ്വാസ ചൈതന്യത്തിലാണെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിലാണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ഈ ചൈതന്യം നമ്മളിൽ നിന്നും ഒഴുകും നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്. ഒരപ്പൻ പരിശുദ്ധാത്മ നിറവിലും പ്രാർത്ഥനാ ചൈതന്യത്തിലാണെങ്കിൽ ആ അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് മക്കളിലേക്ക് ഈ ചൈതന്യത്തെ പങ്കുവെച്ച് കൊടുക്കാനായിട്ട്, പകർന്നു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളിൽ ആദ്യം കൃപ കിട്ടണം, നമ്മൾ ആദ്യം വിശുദ്ധിയിലായിരിക്കണം, നമ്മളിൽ ആത്മാഭിഷേകം ഉണ്ടാകണം. എങ്കിൽ എന്നിൽ നിന്ന് ഈ കൃപ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവാചകങ്ങളിലൂടെ ദൈവം പറഞ്ഞത്, മകനെ മകളെ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, അപ്പോൾ നാളെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് തകർന്ന കുടുംബങ്ങളുടെ ചരിത്രമൊക്കെ എടുത്ത് പഠിച്ചോ? അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കുടുംബത്തിൽ ആർക്കും ഒരു ആത്മീയ നിറവിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഒരു കുടുംബത്തിൽ പരിശുദ്ധാത്മ നിറവും പ്രാർത്ഥന അഭിഷേകമൊക്കെയുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലെ വിശുദ്ധി ആ കുടുംബത്തിൻ്റെ മുഴുവൻ വിശുദ്ധിക്ക് കാരണമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം, നമ്മൾ പലപ്പോഴും പരാതി പറയുന്നു, പക്ഷെ എന്നിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്ത് പകർന്നു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്? തിരുവചനത്തിലൂടെ ഈശോ പഠിപ്പിച്ചു, നീ പ്രാർത്ഥിക്ക്, ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും എന്ന് ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ നീയും പ്രാർത്ഥിക്ക്. നമുക്കും ഈ വിശുദ്ധിയുടെ നിറവിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരിക്കലും ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രായമുള്ളൊരു അപ്പച്ചൻ, അദ്ദേഹം എന്നെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ അതേ അങ്ങോട്ട് നോക്കി, ആ നീല ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന പയ്യൻ. ഞാൻ പറഞ്ഞു, കണ്ടു, എൻ്റെ മോനാ. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. ഇങ്ങനെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ച് ധ്യാനം കൂടുമ്പോഴാണ് കുടുംബത്തിൽ അതിൻ്റെ വലിയ നിറവ് കിട്ടുന്നത്. എല്ലാവരും സകുടുംബം ധ്യാനിക്കണം. അപ്പച്ചൻ അതൊക്കെ ഇഷ്ടമായി. എന്നിട്ട് സ്വരം താഴ്ത്തി എന്നോട് പറഞ്ഞു, അച്ഛന് സമയം കിട്ടുമ്പം ഒന്ന് ഉപദേശിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ ഉപദേശിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയുടെ നേരത്ത് മോനെ കാണുന്നില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനോ കൂടുന്നതായിരുന്നു, അന്ന് അവനെ കാണുന്നില്ല. അപ്പച്ചന് കുറേ നേരം കാത്തിരുന്നു. പ്രാർത്ഥന കഴിയാറായിട്ടും ഇവൻ എത്തുന്നില്ല. അപ്പോഴേക്ക് ദേഷ്യമായി. പ്രാർത്ഥന കഴിഞ്ഞ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അപ്പച്ചൻ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഒത്തിരി വേദനിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ എൻ്റെ മോനെ ആരോ എടുത്തുകൊണ്ട് വന്നിട്ട് കസേരയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പദമാണ് ഉപയോഗിച്ചത്. സാധാരണ നമ്മൾ കസേരയെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണത് വല്ല വസ്തുക്കളായിരിക്കുമോ വ്യക്തികളായിരിക്കുമോ? വ്യക്തികളാണ് നമ്മൾ എങ്ങനെ പറയും? കസേരയെ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ടെന്ന് പറയും. ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, അവനെ ആരാണ്ട് കൊണ്ട് കസേരയെ കൊണ്ട് വെച്ചിട്ട് പോയി അച്ഛാന്ന് എന്ന് പറഞ്ഞാൽ ഈ മോനിപ്പോൾ ഒരു വ്യക്തിയുടെ പരുവത്തിലൊന്നുമല്ല,
അപ്പച്ചൻ പറഞ്ഞു, കസേരയുടെ 2 കൈയിലും ഇവൻ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കസേര ആടുന്നുണ്ട്, ഇവനും ആടുന്നുണ്ട്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന മോനാണ്, 20 വയസ്സ് പൂർത്തിയായിട്ടില്ല. ഈ മകൻ മദ്യപിച്ച് ലെക്ക് കെട്ട് കസേരയെ കുത്തിരുന്ന് ആടുക. അവൻ്റെ കൂട്ടുകാരാണ്ട് എടുത്തുകൊണ്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് കൂട്ടിക്കൊണ്ട് വന്നവർ സ്ഥലം വിട്ടു. അപ്പച്ചൻ്റെ ചങ്ക് തകരുകയാണ്. ഞാൻ ചോദിച്ചു, ആദ്യമായിട്ടാണോ അങ്ങനെ സംഭവിച്ചത്? അതേ അച്ഛാ, ആദ്യത്തെ കാഴ്ചയാണ്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സാരമില്ല അപ്പച്ചാ, സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പച്ചൻ അടുത്തേക്ക് വിളിക്കണം, എന്നിട്ട് പറയണം, ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്, ഇനി ഇത് ആവർത്തിക്കരുത്. ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാനിത് പറഞ്ഞാൽ ശരിയാകിയല്ല, ഞാനിത് പറഞ്ഞാൽ ശരിയാകിയല്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യവും മനസ്സിലാകും. ഈ അപ്പച്ചന് തൻ്റെ മകൻ്റെ മുഖത്ത് നോക്കിയിട്ട് മകനെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ധാർമ്മിക ശക്തി ചോർന്നു പോയി. മകൻ്റെ മുഖത്ത് നോക്കിയിട്ട് മോനെ അങ്ങനെ ചെയ്യരുതെന്ന് ഉപദേശിക്കാൻ സാധിക്കണമെങ്കിൽ ആ അപ്പന് അഭിമാനിക്കാനായിട്ടും പറയാനൊക്കെ ആയിട്ട് ഒരു ധാർമ്മികത ഉണ്ടായിരിക്കണം. ഇത് ഈ മകൻ്റെ മുമ്പിൽ അപ്പൻ ഇതുപോലെ പലപ്പോഴും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അപ്പന് മകനെ ഉപദേശിക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, വചനത്തിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ, അത് വളർന്നു വരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയുടെ നിറവിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ വിശുദ്ധി ലഭിക്കണമെങ്കിൽ, വിശുദ്ധിയുടെ അനുഭവം വർദ്ധിച്ചു വരണമെങ്കിൽ എന്നിലൂടെ അത് കുടുംബത്തിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ അവനിൽ മാറ്റമുണ്ടാകട്ടെ, മകൾ നന്നാകട്ടെ, എൻ്റെ മകൻ ധ്യാനം കൂടട്ടെ, എൻ്റെ മോനൊന്ന് കുമ്പസാരിക്കട്ടെ, അതല്ല ഈശോ പഠിപ്പിക്കുന്നത്. നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കണം. എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു മാതൃകയായിട്ട് തീരുന്നുണ്ടോ? മാതൃകയായിട്ട് തീരുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അതല്ല എങ്കിൽ ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞില്ലേ, നീ ഇങ്ങനെ രാപകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കുന്നതെല്ലാം ഓട്ടയുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കുന്ന പോലെ ആയിരിക്കും. കുടുംബത്തിൽ ഒരു സമൃദ്ധിയും ഒരു ഐശ്വര്യവും ഉണ്ടാകില്ല, ഒരു വളർച്ച ഉണ്ടാകില്ല, ഒരു നിറമുണ്ടാകില്ല. അതുകൊണ്ട് നമ്മളുടെ കുടുംബം ദൈവം വാഗ്ദാനം ചെയ്ത ആ സമൃദ്ധിയുടെ നിറവിലേക്ക് കടന്നു വരാനായിട്ട് ഇന്ന് ഇവിടെ വെച്ച് ഞാൻ തീരുമാനിക്കണം, എന്നിലൂടെയാണ് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരേണ്ടത്. നമ്മളുടെ ജീവിതം നമ്മുടെ മക്കളുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, അയൽക്കാരുടെ മുമ്പിൽ ഒരു ദുർമാതൃകയായി മാറരുത്. ഇന്ന് പല കുടുംബങ്ങളിലെയും പ്രശ്നം ഇതാണ്. ഒരു മാതൃക കൊടുക്കാനായിട്ട്, പരസ്പരം ഒന്ന് സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ട് വരാനായിട്ട്, ഒരു കുറവോ ഒരു വീഴ്ചയോ പറ്റിയാൽ സാരമില്ല, ദൈവം അനുഗ്രഹിക്കും, നമുക്ക് തെറ്റ് തിരുത്താം എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ ഓരോരുത്തർക്കും, ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഒരു വിശുദ്ധിയുടെ നിറവിലേക്ക് വരാനായിട്ട് സാധിക്കണമല്ലോ. എൻ്റെ മക്കളെ ഉപദേശിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ ആദ്യം വിശുദ്ധിയിലായിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ ജീവിത വിശുദ്ധീകരണം, എൻ്റെ ജീവിത വിശുദ്ധീകരണത്തിലൂടെ എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ വിശുദ്ധീകരണം, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ഈ വിശുദ്ധിയിലേക്ക് വരാതെ, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് ഞാൻ മാറ്റം വരുത്താതെ, തിരുത്തേണ്ടത് തിരുത്താതെ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചാലും എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയില്ല. ഇന്ന് പല ആളുകളും ഒരുപാട് ധ്യാനം കൂടിയവരാണ്, ഒരുപാട് കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ കുടുംബത്തിൽ അതിൻ്റെ ഒരു മാറ്റം കാണുന്നില്ല, സംഭവിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് മറ്റൊരു വ്യക്തി ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ധ്യാനം തീരാൻ പോവുകയാണ്, പക്ഷെ എന്തോ ഞാൻ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ആത്മീയ നിറവ് കിട്ടുന്നില്ല, എനിക്കങ്ങോട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാക്കി പ്രത്യേകിച്ച് ആരാധനയൊക്കെ നടക്കുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ കരങ്ങളൊക്കെ ഉയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കുക. അവരുടെ രോഗങ്ങളും അവരുടെ കുടുംബത്തിലെ ദുഃഖങ്ങളും തകർച്ചകളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൊതിയാവുകയാണ്. എനിക്ക് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മാത്രം ഒരനുഭവം കിട്ടുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങിയില്ലേ? അദ്ദേഹം പറഞ്ഞു, കുമ്പസാരിച്ചച്ചാ, കുമ്പസാരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ കുമ്പസാരം കഴിഞ്ഞതോടുകൂടെ എൻ്റെ അസ്വസ്ഥത വർദ്ധിക്കുക ചെയ്ത്. ഞാൻ പറഞ്ഞു, സാധാരണ അങ്ങനെ സംഭവിക്കില്ലല്ലോ, കുമ്പസാരത്തിലൂടെ നിൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് നിനക്ക് വീണ്ടും കൃപ ലഭിക്കുകയാണ്, നിനക്ക് നിൻ്റെ ഉള്ളിലേക്ക് മാമോദീസായിലൂടെ ദൈവം പകർന്നു തന്ന ആ പരിശുദ്ധാത്മ ചൈതന്യം വീണ്ടും ജ്വലിക്കുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ
ഞാൻ കുമ്പസാരക്കൂട്ടി ചെന്ന് എൻ്റെ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞപ്പോൾ, അനുതാപത്തോടെ ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചു. എനിക്ക് പാവമോചനം കിട്ടി, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് പാവമോചനം കിട്ടിയാലും എനിക്ക് മനസ്സിൽ സന്തോഷിക്കാൻ പറ്റാത്തതിന് വേറൊരു കാരണമുണ്ട്. ഞാൻ നിമിത്തം പാവത്തിലേക്ക് വീണുപോയ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നിമിത്തം പാവത്തിലേക്ക് വീണുപോയ ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെ കുമ്പസാരക്കൂട്ടിൽ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു, എനിക്ക് പാവമോചനം കിട്ടി. പക്ഷേ ഞാൻ നിമിത്തം പാവത്തിലേക്ക് വീണുപോയ ആ ജീവിതങ്ങളെ, ആ വ്യക്തികളെ, ആ കുടുംബങ്ങളെ ഇനി ആര് വീണ്ടെടുക്കും? അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവച്ചു. ഇളം പ്രായത്തിൽ 8-10 വയസ്സൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അങ്കിളിൽ നിന്നും ചില ദുരനുഭവങ്ങൾ കിട്ടി. നിങ്ങൾ മുതിർന്നവരെ മാത്രമേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തുറന്നങ്ങ് പറയാം. 8 വയസ്സ് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ സ്വന്തം അങ്കിള് ഈ കൊച്ചു കുഞ്ഞിനെ ശാരീരികമായിട്ട് ദുരുപയോഗിച്ചു. എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിന് അന്ന് അതേക്കുറിച്ച് ഒരു അറിവൊന്നുമില്ലായിരുന്നു. ഏതാനും വർഷങ്ങൾ കടന്നുപോയി. 13, 14, 15 വയസ്സായപ്പോഴേക്കും അവൻ്റെ ഉള്ളിലും ദൈവം ലൈംഗികത, സെക്സ് ദാനമായി നൽകി. അവനിൽ ലൈംഗികത വളരാനും ഉണരാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം അങ്കിളിൽ നിന്ന് കിട്ടിയ ദുരനുഭവങ്ങൾ അവൻ്റെ ഓർമ്മയിലേക്ക് ഓരോന്നോരോന്നായിട്ട് കടന്നു വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, TV സ്ക്രീനിൽ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നത് പോലെ സ്വന്തം അങ്കിളിൽ നിന്ന് കിട്ടിയ ആ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹം വീണ്ടും ഓർക്കുകയാണ്. എന്നിട്ട് അങ്കിള് എങ്ങനെ ദൈവത്തോട് പെരുമാറിയോ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമായിട്ട് ആവർത്തിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ അദ്ദേഹം എന്നോട് പറഞ്ഞ, അച്ഛാ, എൻ്റെ എത്ര കൂട്ടുകാരെ ഞാൻ ഈ മ്ലേച്ഛതയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി എനിക്കിന്ന് അറിയാൻ പാടില്ല. ഞാൻ ഇന്നലെ കുമ്പസാരക്കൂട്ടിൽ കണ്ണുനീരോടെ അനുതാപത്തോടെ എൻ്റെ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ എനിക്ക് പാവമോചനം കിട്ടി. പക്ഷെ ഞാൻ നിമിത്തം പാവത്തിലേക്ക് വീണുപോയ ആ എൻ്റെ പഴയ കൂട്ടുകാർ, അവരെ ഇനി ആര് രക്ഷിക്കും? അവരെ ഇനി ആര് വിശുദ്ധീകരിച്ചെടുക്കും? ഞാൻ ചെന്ന് പറഞ്ഞാൽ അവരിൽ മാറ്റമുണ്ടാകില്ല. ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ ധ്യാനം കൂടില്ല. ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടില്ല. ഈ ദുഃഖം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു തെറ്റുപറ്റി, ഒരു വീഴ്ച പറ്റിയാൽ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് പാവമോചനം പ്രാപിക്കാം. പക്ഷെ നമ്മൾ നിമിത്തം പാവത്തിലേക്ക് വീണുപോയ നമ്മുടെ സഹോദരങ്ങൾ, അവരെ വീണ്ടെടുക്കാനായിട്ട് ഇനി ആരുണ്ട്? നമ്മുടെ പാവത്തിൻ്റെ ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങളാണത്. അതുകൊണ്ട് എൻ്റെ ജീവിതം മറ്റുള്ളവരെ തിന്മയിലേക്കും പാവത്തിലേക്കും പ്രേരിപ്പിക്കുന്ന ഒന്നായി തീരാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പാവത്തിൽ നിന്ന്, പാവജീവിതത്തിൽ നിന്ന് പിന്തിരിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് ഒരു ദുർമാതൃക കൊടുക്കാതിരിക്കുക. ഈ വ്യക്തിക്ക് ഒരുപാട് ധ്യാനം കൂടിയിട്ടും ഒരു കൃപ കിട്ടുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം ഇദ്ദേഹം നിമിത്തം തകർന്നു പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതേ ധ്യാനത്തിൽ തന്നെ മറ്റൊരു സഹോദരനും സമാന ദുഃഖവുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, വെച്ചാൽ നാളെ ധ്യാനം തീരാൻ പോവാണ്, എന്തോ എനിക്കൊരു ഒരു പൂർണ്ണതയിലേക്ക് വരാൻ പറ്റുന്നില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദുഃഖവും ഇതിന് സമാനമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. മദ്യപിക്കാനായിട്ട് പോകുമ്പോൾ തനിച്ചു പോകുന്നത് ഒരു സുഖമില്ലല്ലോ. അതുകൊണ്ട് ഒരു കൂട്ടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അയൽപക്കത്തുള്ള ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി. ആ ചെറുപ്പക്കാരൻ മദ്യപിക്കുന്ന ഒരാളായിരുന്നില്ല, പക്ഷെ ഇദ്ദേഹത്തിന് കൂട്ടുപോയതാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ കുടിച്ച് ഒരു 5-6 മാസം കൊണ്ട് രണ്ടുപേരും മുഴുവൻ കുടിയന്മാരായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ കുടിച്ച് ഞാൻ അധ്വാനിക്കുന്ന എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടത് ഇങ്ങനെ മദ്യഷാപ്പിൽ ഞാൻ കൊണ്ട് തീർക്കുകയാണല്ലോ, ഇത് നിർത്തണം. അദ്ദേഹം അന്നൊരു ധ്യാനം കൂടി അദ്ദേഹം മദ്യപാനം നിർത്തി. ഇപ്പോൾ 7 വർഷമായിട്ട് അദ്ദേഹം മദ്യപാനത്തിൽ നിന്നും വിമുക്തി പ്രാപിച്ച് നല്ല മിടുക്കനായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിനും ഒരു സ്വസ്ഥതയില്ല. കാരണം ഇതാണ്, അന്ന് 7 വർഷങ്ങൾക്ക് മുമ്പ് മദ്യപിക്കാനായിട്ട് പോയപ്പോൾ കൂട്ടിനായിട്ട് കൂട്ടിക്കൊണ്ടുപോയ ആ അയൽക്കാരനുണ്ടല്ലോ, അവൻ ഇന്നും മദ്യത്തിൻ്റെ അടിമത്തത്തിലാണ്. വേദനയോട് അദ്ദേഹം പറഞ്ഞു, വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊട്ടിക്കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെയും കൈക്ക് പിടിച്ച് ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ, അച്ഛാ, ആ പാവപ്പെട്ട ഭാര്യയുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും എൻ്റെ കുടുംബത്തിലേക്ക് വീഴുന്ന ശാപമാണെന്ന് എനിക്കറിയാം. ആ ഭാര്യയുടെ കണ്ണുനീരിൻ്റെ അർത്ഥം, ഞങ്ങളുടെ ഭർത്താവിനെ, എൻ്റെ ഭർത്താവിനെ, ഞങ്ങളുടെ അപ്പച്ചനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങളല്ലേ? ചിന്തിക്കണം. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം,
ഇതുപോലെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ ഇരുന്നുകൊണ്ട് ആരെങ്കിലും എനിക്കെതിരെ വിരൽ ചൂണ്ടുമോ? എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ അപ്പച്ചനെ ഈ തകർച്ചയിലേക്ക് എത്തിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമോ? ഞാൻ പറഞ്ഞു വരിക, നമ്മളുടെ ജീവിതത്തെ ഏറ്റവും വിശുദ്ധമായ ഒരു ജീവിതമാക്കി നമ്മൾ മാറ്റണം. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ മക്കളും നമ്മുടെ അയൽവാസികളും മറ്റുള്ളവരെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളിലൂടെ അവർക്ക് ഒരു ദുഷ്പ്രേരണ, ദുർമാതൃക ഉണ്ടാകരുത്. ഇന്ന് ഈ പറഞ്ഞ 2 വ്യക്തികൾ, അവരുടെ ജീവിതം പഠിപ്പിക്കുന്നതാണ്. ഇവരുടെ പ്രവൃത്തി അനേക ജീവിതങ്ങളെ അശുദ്ധിയിലേക്ക് എത്തിച്ചു, അനേകം കുടുംബങ്ങളെ തകർച്ചയിലേക്ക് എത്തിച്ചു. ഇന്ന് ധ്യാനം കൂടി കുമ്പസാരത്തിൽ പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അദ്ദേഹം പാവമോചനം പ്രാപിച്ചുവെങ്കിലും അദ്ദേഹം നിമിത്തം വീണുപോയ ജീവിതങ്ങൾ, തകർന്നു പോയ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ ഓർക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അനുഭവം നഷ്ടപ്പെട്ടു പോവുകയാണ്. കണക്ക് കൊടുക്കേണ്ടി വരുമല്ലോ, ഞാൻ നിമിത്തമാണല്ലോ ആ ജീവിതങ്ങൾ തകർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. എനിക്ക് ചുറ്റുമുള്ള ലോകം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. എൻ്റെ ഓരോ പ്രവൃത്തികളും അവർ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ പ്രവൃത്തി ഈ ലോകത്തിൽ മറ്റാർക്കും ഒരു ദുർമാതൃകയായി തീരാൻ പാടില്ല. തിരുവചനത്തോടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഈശോ ഏറ്റവും ശക്തമായിട്ട് താക്കീത് കൊടുക്കുന്നത് ആർക്കാണെന്നറിയാമോ? ഈശോ ഏറ്റവും ശക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നത്, താക്കീത് കൊടുക്കുന്നത് ആർക്കാണെന്നറിയാമോ? ദുഷ്പ്രേരണ കൊടുക്കുന്നവർക്കാണ്. എൻ്റെ ഈ എളിയവരിൽ ഒരുവന് ഇടർച്ച നൽകുന്നവന്, ദുഷ്പ്രേരണ നൽകുന്നവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടിയിട്ട് അവൻ കടലിൽ പോയി ചാടുന്നതാണ്. എന്തിനായിരിക്കും കഴുത്തിലോട്ട് കല്ല് കെട്ടിയിട്ട് കടലിൽ ചാടാൻ പറഞ്ഞത്? നീ പൊങ്ങി വരരുത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ കുരിശിലേക്ക് നോക്കണം. കാൽവരിയിലെ കുരിശിൽ തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് അവസാനത്തുള്ളി രക്തവും ചിന്തിക്കൊണ്ട് അവിടുന്ന് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അങ്ങനെ ഈശോ പാപത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഒരു ദൈവ പൈതലിനെ ഇനി ഞാൻ പാപത്തിലേക്ക് നയിക്കരുത്. മദ്യപാനത്തിലേക്കോ മറ്റ് ലഹരി വസ്തുക്കളിലേക്കോ ജഡിക പാപങ്ങളിലേക്കോ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ ഈശോ കുരിശിൽ വീണ്ടും വേദനിക്കുകയാണെന്ന് ഓർക്കണം. ഈ കുരിശിൽ തൻ്റെ ജീവൻ സമർപ്പിച്ച്, ഈ കുരിശിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി അവിടുന്ന് പാപത്തിൻ്റെ ശാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് രക്ഷിച്ചെടുത്ത ഒരു ദൈവ പൈതലിനെ ഞാൻ വീണ്ടും പാപത്തിലേക്ക് നയിക്കുമ്പോൾ അവിടത്തേക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് അവിടുന്ന് പറഞ്ഞത്. ഇതിനേക്കാൾ ഭേദം കഴുത്തിൽ ഒരു കല്ല് കെട്ടി നീ കടലിൽ ചെന്ന് ചാടുന്നതാണ്. പ്രൈസ് ദി ലോർഡ്.